ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോ ഫ്രം യൂണിവേഴ്സ്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് കുറച്ചൊരു വേറിട്ടൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഇതൊരു സിംഗിൾസ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അവർക്കുള്ളതുമാണ്. അതല്ലാണ്ട് വേറെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരോ മൂവ് ഓൺ ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ ചിലവർക്കൊരു ക്ലാരിറ്റി കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ സംതിങ് അറിയാനുള്ളത്. സോ അതൊക്കെ നമുക്ക് നോക്കാനായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും പറയുന്നൊരു കാര്യം, നിങ്ങളറിയാതെ നിങ്ങളെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളെ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചിലവർക്ക് തോന്നുന്നുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാനുള്ള ആൾക്കാരും ഉണ്ട്, അതല്ലാണ്ട് അറിയാതെ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, സോ എനിക്കിതിൽ പറയാനുള്ള കാര്യം, ഈ റീഡിങ്സ്, ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികളിൽ ഒരുപാട് പേരെന്ന് പറയുന്ന ഭയങ്കര ഒരു യൂണിവേഴ്സിറ്റിയോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരാണ്. യൂണിവേഴ്സിലായിട്ട് ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരും നിങ്ങൾ എല്ലാ കാര്യത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ആൾക്കാരുമാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ വല്ലപ്പോഴുമാണ് പറയുമെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും നല്ല പറ്റുവാണെങ്കിൽ എന്നും ആണെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഒരു സമയത്താണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച എന്തെങ്കിലും ചെറിയ കാര്യം തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിനോട് ഉറപ്പായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടതാണ്. കാരണം നിങ്ങളുടെ മനസ്സ് വിഷമിക്കുമ്പോഴോ നിങ്ങൾ ഒരുപാട് ഒരു കാര്യം ആഗ്രഹിക്കുമ്പോഴോ അത് യൂണിവേഴ്സ് നടത്തി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എനിക്കിന്ന് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത്, നമ്മൾ കാർഡ്സ് പോലെ തന്നെയാണ്, നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തികളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളുണ്ട്, ഈ ഒരു പേഴ്സൺ തന്നെ വേണം എന്ന പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫ് ലോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ലാണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ വളരെ ഡീപ്പായിട്ട് നിങ്ങളുടെ കൂട്ടത്ത് നിൽക്കുന്ന, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒന്നിലധികമോ വ്യക്തി, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒന്നിലധികമോ വ്യക്തി നിങ്ങളെ വളരെ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് വെറും ഒരു കളിതമാശയായിട്ടുള്ള സ്നേഹമോ അങ്ങനത്തെ രീതിയിലൊന്നുമല്ല. നിങ്ങളെ വളരെയധികം ഡീപ്പായിട്ട് കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മേ ബി ചിലവർക്ക് അതൊരു ഡൗട്ട് കാണുമായിരിക്കാം. പക്ഷെ അവരുടെ പുറത്തുള്ളൊരു സ്വഭാവമായിക്കോട്ടെ, അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു ബിഹേവിയർ ഒക്കെ വലിയ കാര്യമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു കല്യാണം അല്ലെങ്കിൽ സ്നേഹം അങ്ങനെയുള്ള രീതിയിൽ അവരത് നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു വ്യക്തിക്ക് എൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്ന്. പിന്നെ നിങ്ങൾ ആലോചിക്കും, ഇല്ല അത് അങ്ങനെയില്ല, എൻ്റെ തോന്നലാണ്, അങ്ങനെയൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഒന്നിലധികമോ ആൾക്കാർ വരുന്നുണ്ട്, ചിലവരുടെ കേസിലാണ് ഒന്ന് വരുന്നത്. ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ വരാൻ, ഈ വ്യക്തി വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. ലൈഫിൽ ഒരുപാട് കോൺഫിഡൻസ് ഉള്ള ആളാണ്. അത്യാവശ്യമായിട്ടുള്ള ഒരു പൊസിഷനിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പൊസിഷൻ എന്ന് പറയുന്നത് കാരണവന്മാര് അല്ലെങ്കിൽ ആൻസസ്റ്റേഴ്സിന്റെ ആ ഒരു ഇതായിട്ട് കിട്ടിയതൊന്നുമല്ല. വളരെ കഷ്ടപ്പെട്ട് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വർക്ക് ചെയ്ത് തൻ്റെതായിട്ടുള്ള ഒരു ഇടം പിടിച്ച ഒരു വ്യക്തി തന്നെയാണ് ജീവിതത്തിൽ. വളരെയധികം ആത്മവിശ്വാസവും ജീവിതത്തിൽ ഒരുപാട് ലെസൺസും കിട്ടിയ ഒരാൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോഴും ഇത് പറയണോ വേണ്ടയോ, ഇത് പറയാനുള്ളൊരു സമയമായിട്ടുണ്ടോ, അതേ സമയത്ത് തന്നെ അവർക്ക് നിങ്ങൾ കൈവിട്ട് പോകുമോ, നഷ്ടമാകുമോ എന്നുള്ളൊരു പേടിയും അവർക്കുള്ളിലുണ്ട്. അവർ അതിഭയങ്കരമായിട്ട് നിങ്ങളെ കല്യാണം കഴിക്കണം, ലൈഫ് ലോങ് വേണം എന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ മാനിഫെസ്റ്റ് ചെയ്യുമ്പം അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അവരോട് അട്രാക്റ്റ് ആയാലോ എന്നുള്ളൊരു വിശ്വാസവും അവർക്ക് കാണുമായിരിക്കും. അവരെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ ഒരുപാട്, അവർക്കും ഇതിനു മുന്നേ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ റിലേഷൻഷിപ്പിൽ നിന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പഠിക്കുകയും ആ റിലേഷൻഷിപ്പ് കാരണം ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നഷ്ടമാകുകയും, ഫാമിലിയായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെ നഷ്ടപ്പെട്ട് ജീവിതം തീർന്നു പോയി എന്നൊരവസ്ഥയിൽ വരെ എത്തിയിട്ട് പിന്നെയും തിരിച്ച് കരകയറി വന്ന് ഒന്നേന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വർക്ക് ചെയ്ത് എല്ലാം സെറ്റായി തൻ്റേതായിട്ടുള്ള ഒരു ഇടം പിടിച്ച ഒരാളാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ നല്ലൊരു വ്യക്തിയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സെയിം ലെവലിൽ തന്നെയാണ് അദ്ദേഹം, ആ ഒരു വ്യക്തി. മേ ബി ലേഡി ആയിരിക്കാം, എങ്ങനെയാണെങ്കിലും അത് നിങ്ങൾ കാണുന്നവരെ അതൊന്ന് റിലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവരിപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് അവരവരുടെ കരിയറിലായിക്കോട്ടെ, അവരുടെ ഫാമിലി ആയിക്കോട്ടെ, എല്ലാത്തിനും പ്രയോറിറ്റി കൊടുക്കുന്നത്.
എല്ലാത്തിനും പ്രയോറിറ്റി കൊടുക്കണം. അവർക്ക് അവരുടെ ഫാമിലി, കരിയർ. കാരണം കരിയർ വേണമല്ലേ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴും ജീവിക്കുമ്പോഴും കരിയർ വേണം. സോ ഫാമിലി വൈസ് ആയാലും കരിയർ വൈസ് ആയാലും എല്ലാം കൂടെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഫാമിലിയുടെ കൂട്ടത്തിൽ ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ പലപ്പോഴും ഇമാജിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള മാരേജ്, റിസപ്ഷൻ, നിങ്ങൾ പുറത്തോട്ട് പോകുന്നത്, ഒരുമിച്ച് സംസാരിക്കുന്നത്, ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ മേ ബി സോഷ്യൽ മീഡിയയിൽ അവർ നോക്കുന്നുണ്ടായിരിക്കാം, വളരെ ഡിസ്റ്റൻസ് ആയിട്ട് നോക്കുന്നുണ്ടായിരിക്കാം, സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അവർ എന്താ പറയുക, ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കുന്ന വ്യക്തികളായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് വേറെ ആരും അങ്ങനെ വലുതായിട്ട് മനസ്സിലാക്കേണ്ട എന്നുള്ള രീതിയിൽ തൻ്റേതായിട്ടുള്ള മെച്ചുവേർഡായിട്ടുള്ള രീതിയിൽ മാത്രമാണ് പുള്ളിയുടെ, ഞാൻ പറഞ്ഞില്ലേ ഇതിലെ ലേഡി ആയാലും മെന്നായാലും ശരി തന്നെയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. അവരത് വിട്ട് ഒരിക്കലും കളിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കും അതുപോലെ ഒരു വ്യക്തിത്വമുള്ള ഒരാളായതുകൊണ്ടായിരിക്കണം. നിങ്ങളതൊരു കാര്യം ശ്രദ്ധിക്കൂ. ഇതിലെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ, ഞാൻ പറഞ്ഞില്ല, അവർ അവരുടേതായിട്ടുള്ള ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വരുന്ന ഒരാളാണ്. അവർക്ക് ലൈഫിൽ എന്ന് വെച്ചാൽ എല്ലാത്തിനും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ്. ഒരുപാട് വിഷമങ്ങൾ എന്നുള്ള സിറ്റുവേഷൻ കഴിഞ്ഞു വന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയൊക്കെ ഒരാൾക്ക് ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോട് ഇഷ്ടം തോന്നണം, ഒരു പെണ്ണാകാം ആണാകാം, ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിനും അതുപോലത്തെ വ്യക്തിത്വവും മെച്യൂരിറ്റി ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അവർക്ക് ലൈഫ് ലോങ് വേണം മാരേജ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിൽക്കുന്നത് തന്നെ. അത് വളരെ വലിയൊരു കാര്യമല്ലേ. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലാണെങ്കിൽ പോലും ഒരു പാസ്റ്റ് ലൈഫ് സംതിങ് നിങ്ങൾ വേദനയൊക്കെ ഒരുപാട് കഴിഞ്ഞ് നിങ്ങളതൊക്കെ ഉപേക്ഷിച്ച് മൂവ് ഓണായി നിങ്ങളുടെ രീതിയിൽ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തുമാത്രം വേദനിച്ചിരുന്ന ഒരു സമയത്ത് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ, എന്തുമാത്രം ത്യാഗം അനുഭവിച്ചിട്ടുണ്ടായിരുന്നോ, ആ നിങ്ങളുടെ കഷ്ടകാലമുള്ള സമയം മാറി നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല ഒരു കാലം വരാൻ തുടങ്ങുകയാണ്. നല്ലൊരു കാലം ഫിനാൻഷ്യലായിട്ട് വരുന്നുണ്ട്, കരിയർ വൈസായിട്ട് ഒരുപാട് വരുന്നുണ്ട്. നിങ്ങളുടെ ഈ കഷ്ടകാലമൊക്കെ തിരിച്ചടിച്ച് എല്ലാം മാറി നല്ല കാലത്തിലേക്ക് വരാൻ പോവുകയാണ്. അതുപോലെ ഈ പേഴ്സൺ ഇപ്പോൾ നാളെ വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം അതിലൊരു വെയിറ്റിംഗ് എനർജി ഞാൻ കാണുന്നുണ്ട്. അവർക്ക് അതായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ടിൽ വരുമ്പോൾ അവർക്കൊരു ചമ്മല് അങ്ങനെയല്ല, പക്ഷെ അവരെന്തിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് എന്തൊക്കെ നടക്കാനായിട്ട് അവരുടെ ലൈഫിൽ. അപ്പോൾ അവർക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ടൈം വരുമ്പോൾ അവർക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ വരണം. വളരെ സീരിയസ് ആയിട്ട് ഒന്നും ലൈക്ക് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നുമല്ല, വളരെ ഡയറക്റ്റായിട്ടും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നിങ്ങളെന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. നിങ്ങൾ ഇതിൽ കാണുന്ന കൂടുതലും എനിക്ക് തോന്നുന്നു ലേഡീസ് ആയിട്ടായിരിക്കും, ഒരു ഫെമിനിൻ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. അപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും മുന്നോട്ട് ഈ ഒരു പേഴ്സൺ വന്ന് സംസാരിക്കുമ്പോഴായിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തോടെ നിങ്ങൾ നല്ലൊരു തീരുമാനം ഉറച്ചെടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ ഒരു മിററാണ്. നിങ്ങൾ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങൾ ആ പേഴ്സൺ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അവർ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വന്ന് ആ ഒരു നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വമായിക്കോട്ടെ കരിയറിലായിക്കോട്ടെ ഒരു സ്ഥാനം പിടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, സോ ഒരു ലൈക്ക് മാച്ചിങ് എനർജി തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇത് ചിലവർക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇനി ആരെങ്കിലും കാണുമ്പോൾ എൻ്റെ തോന്നലാണെന്ന്. പക്ഷേ ഞാൻ റീഡിങ് കാണുന്നതിൽ ഉറപ്പായിട്ടും പറയുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നിലധികമോ വ്യക്തികളുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ ഒരു വ്യക്തിയുടെ കാര്യമാണ് ഇത്ര ക്ലിയർ കട്ടായിട്ട് പറഞ്ഞത്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. പിന്നെ ഇതിലുള്ള നിങ്ങൾക്കൊരു ലക്ക് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വാല്യൂ തരും. നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയിക്കോട്ടെ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, സ്റ്റഡീസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിക്കോട്ടെ, അവിടെ എല്ലാത്തിനും നിങ്ങൾക്കൊരു വാല്യൂ തരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കും. അതാണല്ലോ ആരായാലും ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഫാമിലിയായിട്ട് ഒരുമിച്ച് പോവുക, അവരുടെ ഫാമിലിയായിട്ട് നമുക്ക് ഒരുമിച്ച് പോവുക. സോ അങ്ങനെയുള്ള എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും. കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ കിട്ടിക്കാണുമായിരിക്കും ആരാണെന്ന്. കുറച്ച് പേർക്കൊക്കെ അവർ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെയിറ്റിംഗ് എനർജി ഇതിലുമായിട്ട് വരാം. ആ ഒരു പേഴ്സൺ വരുന്ന ഒരു എനർജി ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആരെങ്കിലുമൊക്കെ പേഴ്സൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. അവരെന്തായാലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരെന്തായാലും ഉറപ്പായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ പേർക്ക് ഭയങ്കര ഒരു ലക്ക് കാണുന്നുണ്ട്. മേ ബി ഒരു എൻഗേജ്മെൻറ്റ്, ഒരു മാരേജിൻ്റെ ഒരിത് കാണുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഒരു പേഴ്സൺ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പവർ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലൊരു മാരേജിൻ്റെ കാർഡ്, കുറേ പേർക്കൊക്കെ ഒരു മാരേജ് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ഈ ഒരു പേഴ്സണായി പറഞ്ഞ പർട്ടിക്കുലർ പേഴ്സണുമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ് നമുക്ക് നോക്കാം. എന്ത് മെസ്സേജാണ്? നിങ്ങൾക്കുള്ള മെസ്സേജാണ് കേട്ടോ.
എന്താണ് നോക്കുക ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത്. അതുപോലെ ആ ഒരു പേഴ്സൻ്റേത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കുള്ളതാണെങ്കിൽ ഉറപ്പായിട്ട് മാരേജ് നടന്നിരിക്കും. ഓക്കെ, ചൂസ് ന്യൂ ഡയറക്ഷൻ. വെയിറ്റ്, ഒരു കാര്യം എനിക്കൊന്ന് ഇന്നലത്തെ റീഡിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. ചൂസ് ന്യൂ ഡയറക്ഷൻ. ഇതും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ബോട്ടം ഓഫ് ദി ഡെക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് കാര്യം, നിങ്ങൾക്കും ഒരു വ്യക്തി വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റോങ് ആയിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ്, അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. സോ റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മാനിഫെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം റോങ്ങോ റൈറ്റോ എന്നൊന്നും യൂണിവേഴ്സ് നോക്കില്ല, അല്ല നമുക്കത് തരാനേ നോക്കത്തുള്ളൂ. സോ അത് കിട്ടിയാലും അത് അനുഭവിക്കേണ്ടത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഏതാണ് പർട്ടിക്കുലർ ആയിട്ടുള്ള നല്ല കാര്യം അതിനെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. അല്ലെങ്കിൽ നിങ്ങളായിട്ട് തേടിപ്പിടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറേ പേർക്കൊക്കെ കരിയർ വൈസ് ഭയങ്കരമായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് ഞാൻ കാണുന്നുണ്ട്. കരിയർ വൈസ് നിങ്ങൾ സംതിങ് സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റഡീസ് റിസർച്ച് ചെയ്യുന്നു, കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ സപ്പോർട്ട് കിട്ടുന്നതാണ്. ഓക്കെ, സോ പിന്നെ അതുമായിട്ട് വേറൊരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ഫ്രണ്ട്സുമായിട്ടാണെങ്കിലും വീട്ടിലായിട്ടാണെങ്കിലും വർക്ക് റിലേറ്റ് ചെയ്ത പോളിറ്റിക്സ് ആണെങ്കിലും നിങ്ങളുടെ എനർജി ഒരുപാട് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. കാരണം എന്താ കുറേ നിങ്ങൾക്ക് കണ്ണീർ, ദൃഷ്ടിദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾ തരാനായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് എനർജി നിങ്ങളുടെ ചുറ്റുമുണ്ട്. കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം പക്വതയുള്ളതാണ്, എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളതാണ് എന്നറിയാന്നുള്ളൂ. നിങ്ങൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ട്. സോ അത് എല്ലാവർക്കും ഒരേ ഇതിൽ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അത് നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ ഏറ്റവും നല്ല ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ നമ്മളായിട്ട് ഒരുപാട് ശത്രുക്കളെ ഈ ഒരു സമയത്ത് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഓക്കെ, ചില സമയത്ത് സൈലൻസ് ആണ് നല്ലത് എന്നല്ല പറയുന്നത്. എന്നും പറഞ്ഞ് എപ്പോഴും സൈലൻ്റ് ആയിരിക്കണം എന്നല്ല, പറയേണ്ട സമയത്ത് പറയണം. പക്ഷേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ഈ ഒരു വ്യക്തിയായിട്ട് റിലേറ്റ് ചെയ്താണെങ്കിൽ പോലും നിങ്ങൾക്കത് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ഇൻറ്റ്യൂട്ടീവായിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ സൈനിൻ്റെ കാര്യം ഏഞ്ചൽസ് പറയുന്നത് ലുക്ക് ഫോർ എ സൈൻ. ആ സൈൻ എന്ന് പറയുന്നത് മേ ബി ഈ ചില നമ്പേഴ്സ് ആവാം, ചിലപ്പോൾ വൈറ്റ് ഫെതേഴ്സ് ഇല്ലേ, വൈറ്റ് ഫെതേഴ്സ് ഒരു സൈനാണ്, നമ്പേഴ്സ് ഒരു സൈനാണ്, ചില പേര് എവിടെയെങ്കിലും കാണുന്ന ഒരു സൈനാണ്. സോ നിങ്ങൾക്കറിയാം ഓരോരുത്തരുടെ സൈൻ എന്തായിരിക്കും നിങ്ങൾ കാണുന്നതെന്ന്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്